ബിജെപി വെട്ടിലായ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് പുതിയ തലത്തിലേക്ക്. തട്ടിപ്പ് ശരിവെക്കുന്ന തരത്തിൽ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ കത്ത് പുറത്ത്. പരാതിയിൽ സംസ്ഥാന നേതാക്കളുടെ പേരും കമ്മീഷൻ കണക്കുകളും. വട്ടിയൂർക്കാവിലേക്ക് കോടികൾ വാങ്ങിയ ബിൽ വ്യാജമെന്ന പരാതിയുമായി സ്ഥാപന ഉടമ. ഈ ബില്ല് വ്യാജമാണ്. ഇത് നമുക്കുള്ള ഏജൻസി കണിച്ചോട് വാമനപുരം എന്നാണ് നമ്മൾ ആ പ്രൊഫൈലിൽ കിടക്കുന്നത്. GST നമ്പർ, FSSI നമ്പർ എല്ലാം നമ്മളെ ബില്ലിൽ വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ സീലില്ല, നമ്മുടെ ഒപ്പില്ല. അതുപോലെ GST ബില്ല് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആരെയാണ് പൈസ കൊടുത്തത്? ഈ പൈസ കൊടുത്ത ആൾക്കാർ അവരെ കണ്ടെത്തണം. ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി വി മുരളീധരൻ MLA. അറിയാവുന്നത് മാധ്യമ വാർത്തകൾ മാത്രം. എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ സത്യം ഏതാ കള്ളം ഏതാ ഒന്നും എനിക്കറിയില്ല. BJP കൌൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ ജയിലിൽ. ചടങ്ങ് രാവിലെ 11 മണിക്ക്. നടപടി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. കേരളത്തെ ഞെട്ടിച്ച കൊടും ക്രൂരൻ ചെന്താമര കുറ്റക്കാരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. കോടതി മുറിയിൽ അക്ഷോഭ്യൻ. ജഡ്ജിയുടെ ചോദ്യങ്ങളോട് ധാർഷ്ട്യത്തോടെ മറുപടി. തൂക്കി കൊന്നോളൂ എന്നും പ്രതികരണം. പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രതികരിച്ച കുടുംബം. BJPയും NSSും പരസ്യ ഏറ്റുമുട്ടലിലേക്ക്. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ഉന്നയിച്ച വിമർശനം രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളോടെയെന്ന് G. സുകുമാരൻ നായർ. തൽക്കാലം പരസ്യ പ്രതികരണത്തിനില്ലെന്നും NSS ജനറൽ സെക്രട്ടറി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ ദേവസ്വം മന്ത്രി. അന്വേഷണ സംഘം കുറ്റപത്രം നൽകാൻ വൈകുന്നു. കുറ്റവാളികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും K. മുരളീധരൻ. തന്ത്രി സംശയമുനയിലാണെന്നും ദേവസ്വം മന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ-e-ത്വയ്ബ തലവൻ ഹാഫിസ് സെയ്ദ് ഉപകുറ്റപത്രം സമർപ്പിച്ച NIA. ഹാഫിസ് സെയ്ദിനെ ഉൾപ്പെടുത്തിയത് പ്രധാന കുറ്റപത്രം സമർപ്പിച്ചതിന് പുറമെ.